ഹായ് ഫ്രണ്ട്സ്, ബി ആർ കുക്കിംഗ് ആൻഡ് വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്കേ സൂപ്പർ ടേസ്റ്റ് നല്ലൊരു മീൻപീര വെച്ചാലോ. മീൻപീര എന്ന് കേൾക്കുമ്പോൾ തന്നെ പലർക്കും വായിൽ വെള്ളം വരും. പിന്നെ അതല്ല, ഇത് കഴിച്ചിട്ടില്ലാത്തവർ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള ഏത് മീൻ വെച്ചിട്ടും ഇതുപോലെ മീൻപീര വയ്ക്കാം കേട്ടോ. സാധാരണ നമ്മൾ മീൻപീര വയ്ക്കാൻ വേണ്ടിയിട്ട് ചെറിയ മീനുകളാണ് എടുക്കുക. ചെമ്മീൻ, കൊഴുവ, അതിലാണെന്നുണ്ടെങ്കിൽ ചെറിയ ചാളയുണ്ടല്ലോ, അതൊക്കെ. ഇന്ന് ഞാൻ മീൻപീര വയ്ക്കുന്നത് ടൂണ വെച്ചിട്ടാണ്. ടൂണ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചൂര മീനാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണെന്നൊന്ന് കണ്ടിട്ട് വരാം. നമ്മളിപ്പോൾ ഏത് മീൻ വെച്ചിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് ക്ലീൻ ആക്കിയിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുക. അതിനുശേഷം നമുക്ക് മസാല റെഡിയാക്കാം. അതിനായിട്ട് നമ്മൾ മിക്സർ ജാറിലേക്ക് ഒരു 8-10 ചുവന്നുള്ളി, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, അതുപോലെ തന്നെ പച്ചമുളക് ഒരു 2-3 എണ്ണം, പിന്നെ ഒരു 5-8 വെളുത്തുള്ളി അല്ലിയും കൂടി ഇട്ടതിന് ശേഷം അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുക. നമ്മൾ തേങ്ങ എടുക്കുന്നത്, ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ മീനിൻ്റെ അളവനുസരിച്ച് നമുക്ക് ഇതൊക്കെ കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ അവിയലിനൊക്കെ ചതച്ചെടുക്കില്ലേ, എന്ന പോലെ നമ്മൾ തെരുതെരുപ്പായിട്ടാണ് പൊടിച്ചെടുക്കേണ്ടത്. വെള്ളം ഒഴിച്ച് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അങ്ങനെ മസാല റെഡിയാക്കി വെച്ചതിന് ശേഷം നമ്മൾ കറി വെക്കാനുള്ള മീൻ എടുക്കുക. ഞാൻ പറഞ്ഞില്ല, ഞാൻ ടൂണ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ ടിന്നിൽ കിട്ടുന്നതാണ് കേട്ടോ. ഇത് ഓൾറെഡി വെന്തതാണ്, അപ്പോൾ അത് കാരണം അധികം നേരം വേവിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ടിന്ന് തുറന്നതിന് ശേഷം അതിലുണ്ടായിരുന്ന വെള്ളം കളഞ്ഞിട്ട് അതൊന്നും കൂടി കഴുകിയെടുത്തിട്ട് നമ്മൾ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ചതച്ച് വെച്ച തേങ്ങാക്കൂട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 1/4 ടീസ്പൂണ് തന്നെ ഉലുവ പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയിടുക. ഇനി ഞാൻ അതിലേക്ക് ഒരു 3 അല്ലി ചെറിയ കുടംപുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി കുടംപുളി ഇഷ്ടമില്ലാത്തവർക്ക് വാളംപുളി ഇതുപോലെ ചേർത്ത് കൊടുക്കാം കേട്ടോ. വാളംപുളി ആകുമ്പോൾ പിന്നെ നമ്മൾ കുറച്ച് വെള്ളത്തിൽ പിഴിഞ്ഞ് എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇനി അതിലേക്ക് നമ്മൾ വേവാൻ ആവശ്യമുള്ള ഒരു 1/4 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നമ്മൾ തേങ്ങ ചതച്ച മിക്സിയിൽ വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. നമ്മൾ പീര വയ്ക്കുമ്പോൾ അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ലല്ലോ, കറി വയ്ക്കുമ്പോഴല്ലേ വെള്ളം കൂടുതൽ വേണ്ടത്. ഇതെല്ലാം ചേർത്തതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടിട്ട് അത് മൂടി വെച്ചിട്ട് ചെറു തീയിൽ വേവിച്ചെടുക്കുക. ഇനി ഒരു 2-3 മിനിറ്റ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അത് തുറന്നിട്ട് നമ്മളൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. അതിൽ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ വറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ മൂടി വെച്ചിട്ട് കുറച്ച് നേരം കൂടി ഒന്ന് വെയിറ്റ് ചെയ്യുക. അങ്ങനെ സൂപ്പർ ടേസ്റ്റിൽ നമുക്ക് ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് ഉണ്ടായി മീൻപീര. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും തുറന്നിട്ട് നോക്കുമ്പോൾ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി നമുക്ക് റെഡി ആയിട്ട് കിട്ടിയിട്ടോ. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും അതുപോലെ തന്നെ ഒരു 2-3 പച്ചമുളക് കീറിയതും കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക. ഇതും കൂടി ചേർത്ത് കൊടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോഴാണ് നമുക്ക് ആ സൂപ്പർ ടേസ്റ്റും സ്മെല്ലും മീൻപീരയ്ക്ക് കിട്ടുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പും കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ മീൻപീര റെഡിയാക്കി. ഇനി നമുക്ക് വയറ് നിറച്ച് ഈ മീൻപീര കൂട്ടിയിട്ട് ചോറിനാം കേട്ടോ. പാത്രം കാലിയാണോ വഴി അറിയില്ല കേട്ടോ. ഇങ്ങനെ ഒരു കറി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ പീരയ്ക്കുള്ള മസാല റെഡിയാക്കിയതിന് ശേഷം ഒരു 5 മിനിറ്റ് മതിയല്ലോ ഇത് ഒന്ന് വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായില്ലേ? ഒരു തവണയെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കൂ കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ മണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വേറെ ലെവലാണ് കേട്ടോ. അപ്പോൾ ഇത്ര ഈസി ആയ മീൻപീരയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ കണ്ടൊന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ എല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പിന്നെ ആ ബെല്ലൈക്കണും കൂടി ഓപ്പൺ ആക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനിയും ഇതുപോലെ നല്ല നല്ല പുതിയ ഈസി ആയിട്ടുള്ള റെസിപ്പികളായിട്ട് വീണ്ടും കാണാം. താങ്ക്